നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മൾ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും എല്ലാം വാതിലുകൾ സദാ തുറന്നിട്ടിരിക്കുന്നു. അതുവഴി പലരും കടന്നു വരുന്നു, പലരും കടന്നു പോകുന്നു. ഒന്നിനും ഒരു നിയന്ത്രണവുമില്ല. എന്നാൽ നമ്മുടെ ഹൃദയവാതിൽ എന്നും അടഞ്ഞു തന്നെ കിടക്കുന്നു. അവിടേക്ക് നാം ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യില്ല. ബുദ്ധി കൊണ്ട് മനുഷ്യൻ ഏറെ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നു. എത്രയൊക്കെ അറിഞ്ഞിട്ടും അവൻ ഒടുവിൽ അപകടത്തിലാകുന്നു. ബുദ്ധിയും ഹൃദയവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ട്. ഹൃദയത്തോട് രമ്യതയില്ലാത്ത ബുദ്ധി തികച്ചും യാന്ത്രികമായി പോകുന്നു. ഇന്ന് നാം കാണുന്ന ഈ യാന്ത്രിക ലോകം ബുദ്ധിയുടെ സംഭാവനയാണ്. പരസ്പര സ്നേഹമോ ആദരവോ ആർക്കുമില്ല. ലോലഭാവങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഹൃദയത്തെ മാനിക്കാത്ത ബുദ്ധിയുടെ ലക്ഷണം നിഷേധാത്മകതയാണ്. ഹൃദയത്തിൻ്റെ നനവാർന്നു വേണം ബുദ്ധിയുടെ ചെടിപ്പടർപ്പുകൾ പടരാൻ. എങ്കിലേ അത് ലോകത്തിൽ സത്ഫലങ്ങൾ പ്രദാനം ചെയ്യൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നധ. മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നെ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളീടിനാൻ. സന്ധ്യാ
രാമായണ ദർശനം. അയോധ്യയിൽ നിന്നും ശ്രീരാമനും മറ്റും പുഷ്പക വിമാനത്തിൽ ഭരതന്റെ താമസ സ്ഥലമായ നന്ദിഗ്രാമത്തിലെത്തി. അതിനുശേഷം പുഷ്പക വിമാനത്തെ ബഹുമാനിച്ച് ആദരിച്ച് യഥാർത്ഥ ഉടമസ്ഥനായ കുബേരന്റെ അരികിലേക്ക് ശ്രീരാമൻ യാത്രയാക്കി. തുടർന്ന് രാജഗുരുവായ വസിഷ്ഠനെ കണ്ട് ശ്രീരാമൻ അനുഗ്രഹം വാങ്ങി. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. കോശവും സൈന്യവുമെല്ലാം വളരെ വിപുലമായിരിക്കുന്നു അങ്ങയുടെ കൃപ കൊണ്ട് എന്നറിയിച്ച് ഭരതൻ രാമപാദത്തിൽ എല്ലാം സമർപ്പിച്ചു. തങ്ങളെ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. സന്തുഷ്ടനായ ശ്രീരാമൻ രഘുകുലനാഥൻ ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന സന്തോഷത്തോടെ ഭരതൻ്റെ ആ ഒരു മഹിമ, ഭരതൻ്റെ ത്യാഗം, ധർമ്മനിഷ്ഠ എല്ലാം കണ്ട് അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അന്തർമുദ ആകാശദേശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്ത് ഭരതാശ്രമത്തിൽ നന്ദിഗ്രാമത്തിൽ ചെന്നു. മന്ദമായി മഹീതലത്തിൽ ഇറങ്ങി ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന സന്തോഷത്തോടെ, അതായത് ഭരതൻ്റെ ധർമ്മനിഷ്ഠയും ത്യാഗവും സ്നേഹവും എല്ലാം കണ്ട് അത്യന്തമായ ആനന്ദത്തോടെ, അതാണ് അന്തർമുദ എന്ന് പറഞ്ഞത്. ശ്രീരാമൻ വിമാനത്തിൽ ആകാശദേശത്തിലൂടെ യാത്ര ചെയ്ത് നന്ദിഗ്രാമത്തിൽ ഭരതാശ്രമത്തിലെത്തി. ഇവിടെ വലിയൊരു വ്യത്യാസം വാൽമീകീയ രാമായണവുമായിട്ട് ചൂണ്ടിക്കാണിക്കട്ടെ. വാൽമീകീയ രാമായണം അനുസരിച്ച് ശ്രീരാമനും സംഘവും വിമാനത്തിൽ വന്നിറങ്ങിയത് നന്ദിഗ്രാമത്തിലാണ്, അയോധ്യയിലല്ല. അനന്തരം രാജകീയമായ ഉപചാരങ്ങളോടുകൂടി എല്ലാവരും ചേർന്ന് രാമനെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ടാണ് അഭിഷേക കർമ്മം. ഇത് വലിയൊരു വ്യത്യാസമാണ്. ഇവിടെയാകട്ടെ അയോധ്യയിലേക്ക് രാമൻ വന്നെന്നും പിന്നെ നന്ദിഗ്രാമത്തിലേക്ക് വിമാനത്തിൽ പോയെന്നുമാണ് പ്രതിപാദിക്കുന്നത്. അവിടെ നന്ദിഗ്രാമത്തിലെത്തിയ രാമനെ എല്ലാ പൗരജനങ്ങളും, രാജാക്കന്മാരും ഋഷിമാരും അമ്മമാരും മന്ത്രിമാരും എല്ലാം ചേർന്ന് സ്വീകരിച്ച് രാജകീയ ഉപചാരങ്ങളോടുകൂടി കൊണ്ടുപോകുന്നതായിട്ടാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് വാൽമീകീയത്തിൽ. അതാണ് ഏറെ സന്ദർഭത്തിന് അനുയോജ്യവും. അതേതായാലും അധ്യാത്മരാമായണത്തിൽ അയോധ്യയിൽ നിന്ന് രാമൻ നന്ദിഗ്രാമത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പുഷ്പക വിമാനത്തെ ബഹുമാനിച്ച് യാത്രയാക്കുന്നു. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിത്പുരുഷൻ അരുൾ ചെയ്താനന്തരം. പുഷ്പകമായ വിമാനത്തെ ബഹുമാനിച്ച് ചിത്പുരുഷനായ രാമൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ പുഷ്പക വിമാനമേ, നീ വൈശ്രവണനരികെ കുബേരൻ്റെ അരികിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. ആരും നിന്നെ വിരോധിക്കില്ല. എപ്പോഴാണോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ അരികിലെത്തിയാൽ മതി. ഇങ്ങനെ പുഷ്പകത്തെ പറഞ്ഞയക്കുകയാണ്. എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാപുരിക്കു വിമാനവും. രാമൻ പറഞ്ഞത് കേട്ട് ആദരപൂർവം ആ പുഷ്പകം അളകാപുരിയിലേക്ക് പോയി. ഇവിടെ കുബേരൻ അധീനമായ പുഷ്പകം അത് ബലപൂർവകം രാവണൻ അപഹരിച്ചതാണ്. രാവണൻ്റെ പിന്തുടർച്ചയായി വാസ്തവത്തിൽ അത് ലഭിക്കേണ്ടത് വിഭീഷണനാണ്. എന്നാൽ വിഭീഷണൻ വ്യക്തമായി പറഞ്ഞു, ഇത് അങ്ങയുടെ സേവയ്ക്കായിക്കൊണ്ട് മാത്രമാണെന്ന്. തനിക്ക് ആ വിമാനമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഉടമസ്ഥൻ അരികിലേക്ക് അതിനെ മടക്കി പറഞ്ഞയക്കുകയാണ് ധർമ്മവിഗ്രഹമായ ശ്രീരാമൻ. ഇതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും.
ഭരതൻ്റെ കൂടെ ശ്രീരാമചന്ദ്രൻ തങ്ങളുടെ ഗുരുനാഥനായ വസിഷ്ഠനെ നമസ്കരിച്ചു. വസിഷ്ഠനാകട്ടെ അനുഗ്രഹിച്ച ആശീർവചനങ്ങളെ പറഞ്ഞ് ശ്രീരാമന് മഹാസനം കൊടുത്തു. വലിയ സിംഹാസനത്തിൽ ഇരിക്കാൻ ഇടം കൊടുത്തു. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. ദശരഥപുത്രനായ രാമൻ ദേശികൻ ഗുരുനാഥൻ നൽകിയ ആസനത്തിൽ, ഭദ്രാസനത്തിൽ ഭൂമിയിൽ ഉപവിഷ്ടനായി. അങ്ങനെ ഗുരുസന്നിധിയിൽ രാമൻ എത്തുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. துதிப்போர்க்கு வல்வினை போம் துன்பம் போம், நெஞ்சிற்பதிப்போர்க்கு செல்வம் பலித்து கதித்தோங்கும், நிஷ்டையும் கைகூடும் நிமலரருள் கந்த சஷ்டி கவசந்தனை അമരരിട. താരകശൂര പത്മാസുരനിൽ നിന്നും ദേവലോകത്തിനെയും സർവ്വദേവന്മാരെയും രക്ഷിക്കാനായി അവതരിച്ച ശ്രീമുരുകൻ. சஷ்டியை நோக்க சரவண பவனா சிஷ்டருக்குதவும் செங்கதிர் மேலும் പാദമിരണ്ടിൽ പൺമണി ശതങ്കൈ. സർവപ്രപഞ്ച ശക്തികളെയും തന്റെ ആജ്ഞകൾക്ക് വിധേയമാകും വിധം അപാര ശക്തി വൈഭവങ്ങളോടെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത്. ഭൂലോകനാഥനായ പരമശിവനിലും പ്രകൃതിദേവിയായ ശ്രീപാർവതിയുടെയും മകനായി ജന്മമെടുക്കുന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ദേവദേവന്മാരും ത്രിലോകങ്ങളും സർവചരാചരങ്ങളും അതിശയിച്ചു നിന്നുവെന്നാണല്ലോ സ്കന്ദപുരാണം പറയുന്നത്. ശ്രീഹരി വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ തിരു അവതാരമായ ഭാർഗവരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ശൂർപാരകം എന്ന പുരാണങ്ങളിൽ പറയപ്പെടുന്നതുമായ മലയാളക്കരയിലെ 64 ഗ്രാമങ്ങളിൽ കലാ സാംസ്കാരിക മേഖലയുടെ പുഷ്ടിയാലും ചരിത്രപരവും പൗരാണികവുമായ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂവിഭാഗമാകയാലും ഗണനീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഹരിപ്പാട് ശിവപാർവതീസുതനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്ര നഗരമെന്നും തെക്കൻ പളനിയെന്നും അറിയപ്പെടുന്നു. ഏഴ് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഹരിഹരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകചക്ര എന്നറിയപ്പെട്ടിരുന്ന ഈ പവിത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നത് കീഴ്ത്രിക്കോവിൽ എന്ന് ഇന്നറിയപ്പെടുന്ന തൃക്കോവിൽ കുമാരക്ഷേത്രമായിരുന്നു. അതിന് സമീപത്തായി ധർമ്മശാസ്താവിന് ഒരാലയം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുവരവേ ക്ഷേത്രഭരണക്കാരായ ഉല്ലാംവഴി, ചെങ്ങാരപ്പള്ളി, തഴൂർ, കിഴുകുളം തുടങ്ങിയ ഗ്രാമത്തലവന്മാർക്ക് ഏകകാലത്തുണ്ടായ സ്വപ്നദർശനത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നും രാമനാൽ പൂജിച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ ചതുർബാഹു വിഗ്രഹം ജലാധിവാസം ചെയ്തു കിടപ്പുണ്ട്. അവിടെ അടയാളമായി പൂജാപുഷ്പങ്ങളും നീർച്ചുഴിയും ദൃശ്യമാകും. ആ പുണ്യസ്ഥലത്ത് മുങ്ങി ഭഗവത് വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും സ്വപ്നചിന്തകനായ ദൈവജ്ഞൻ വിധിച്ചതനുസരിച്ച് ഗ്രാമത്തലവന്മാർ കരക്കാരുമായി ചെന്ന് ഗോവിന്ദമുട്ടം കായലിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു. ഈ സ്ഥലം കണ്ടനല്ല ഊര് അഥവാ കണ്ടല്ലൂർ എന്ന് കാലാന്തരത്തിൽ പ്രശസ്തമായി. കലികാലം 2874 വർഷം വൃശ്ചിക മാസം 11 തീയതി കാർത്തിക ദിവസം
കാർത്തിക നക്ഷത്രത്തിന്റെ 3/4 ഭാഗവും പൂർത്തിയായ ശുഭമുഹൂർത്തത്തിൽ അരനാഴിക കടവിൽ നിന്നും വാദ്യമേളങ്ങളോടെ എത്തിച്ച ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു. പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നിശ്ചിത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു ദിവ്യനാണെന്നും ആ ദിവ്യൻ ശ്രീഹരി വിഷ്ണു അഥവാ പരശുരാമൻ തന്നെയാണെന്നും വിശ്വസിച്ചു പോരുന്നു. ശ്രീ സുബ്രഹ്മണ്യന്റെ ഷഡാധാര പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കുടികൊള്ളുന്നത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ 3 കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്നു. ഓരോ തിരുവുത്സവവും 10 നാൾ നീണ്ടു നിൽക്കുന്നതും 10ാം ദിവസം തിരുവാറാട്ട് നടത്തുന്നതുമാണ്. താന്ത്രിക വിധി അനുസരിച്ച് അങ്കുരാദി, ത്വജാദി, പടഹാദി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉത്സവത്രയങ്ങൾ വ്യത്യസ്ത തീർത്ഥങ്ങളിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ഈ ഉത്സവത്രയങ്ങൾ ആവണി, മാർഗഴി, ചിത്തിര ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ പടിഞ്ഞാറേ നട തുറക്കാതായിട്ട് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ്. താമല്ലാക്കൽ വടക്ക് കരുനാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു. നാടുവാഴിയുടെ എല്ലാ അധികാരങ്ങളും ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന കരുനാട്ട് കാരണവരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നിത്യവും നടത്തിയിരുന്ന വേലായുധസ്വാമി ഭക്തനായ ഈ ബ്രാഹ്മണൻ അനവധ്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ തന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകളെല്ലാം ഹരിഗീത പുരേശന് തൃപ്പടിദാനമായി സമർപ്പിച്ച് സോപാനത്തിന് മുമ്പിൽ വച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയാൽ പ്രാണത്യാഗം ചെയ്യുവാൻ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. അതിനുശേഷം പടിഞ്ഞാറേ നാലമ്പല നടയിലൂടെ പുറത്തേക്കൂടി നാലമ്പലത്തിന് പുറത്തുവന്ന് മരിച്ചു വീണു. അന്നടച്ച പടിഞ്ഞാറേ നട പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല. ഒരിക്കലും തുറക്കാത്ത നട എന്ന് ഈ തിരുനട അറിയപ്പെടുന്നു. പ്രാണത്യാഗം ചെയ്ത കരുനാട്ട് കാരണവർ ബ്രഹ്മരക്ഷസായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഒരിക്കൽ അഗ്നിക്കിരയായ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയുമുണ്ടായി. ക്ഷേത്രകോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ചതുർബാഹുവായ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രമുറ്റത്ത് പശുപാലകനായ സാക്ഷാൽ ഗോശാല കൃഷ്ണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ബലിക്കൽപുരയുടെ തെക്ക് വിളക്കുമാടത്തിനോട് ചേർന്ന് വിഘ്നേശ്വരൻ വസിക്കുന്നു. കൂടാതെ യക്ഷിയമ്മ, ഈശാന കോണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുതികാമനും പഞ്ചമിയുമാണ് മറ്റ് ഉപദൈവങ്ങൾ. ക്ഷേത്രമതിലിന് വെളിയിലായി തെക്കുകിഴക്ക് മൂലയ്ക്ക് ചതുരശ്രീ കോവിലോടുകൂടി ബാലമുരുക പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രം മൂലക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യേന അഭിഷേകം, നിവേദ്യം, ദീപാരാധനാ പൂജകൾ എന്നിവ നടക്കുന്നു. പഞ്ചക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ഹരിപ്പാട് മുരുകനെ ദർശിക്കുവാൻ നാനാദേശത്തു നിന്നും സദാ ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തെ തെക്കൻ പളനിയെന്നും അറിയപ്പെടുന്നത്. 6 അടിയോളം ഉയരമുള്ള വേലായുധന്റെ ചതുർബാഹു വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ സംസാരിക്കുവാനും സർവപാപങ്ങളും തീർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറയ്ക്കുവാനുമുള്ള ആത്മീയ സുന്ദരമായ ദർശന പുണ്യമാണ് ഹരിപ്പാട് ക്ഷേത്ര ദർശനം ഓരോ ഭക്തനിലും നൽകുന്നത്. செல்வம் பலித்து கதித்தோங்கும் நிஷ்டையும் கைகூடும்
മലരറും